ബാലൻ സീതയ്ക്ക് കൊടുക്കുന്ന ഫ്രൂട്ട്സ് സീത കുട്ടിമണിക്ക് വേണ്ടി തിരികെ കൊടുക്കുന്നു. നമ്മുടെ കുട്ടിമണിയെ ഡ്രൈവിംഗ് പഠിപ്പിച്ചാലോന്ന്. പെണ്ണെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കല്ലേ. കുട്ടിമണിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്ന് മയിൽ. കുട്ടിമണിയുടെ ആഹാരത്തിൽ വിഷം കലർത്താനുള്ള മതികലയുടെ ശ്രമം സുഭദ്ര തടയുന്നു. കുട്ടിമണിക്ക് കെണിയൊരുക്കാൻ മതികല മുമ്പോട്ട് വന്നാൽ സത്യമായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളാണ് സത്യം. കുട്ടിമണിയെ ഇനി ഉപദ്രവിക്കാൻ ശ്രമിക്കരുതെന്ന് മനസ്സിജൻ മതികലയോട് പറയുന്നു. എന്റെ മനസ്സിജൻ ഞാനത് ചെയ്തിട്ടില്ല. ആരാ പറഞ്ഞത് ഞാൻ പണം ഓടിച്ചതെന്ന്? മനസ്സിജന്റെ ആശുപത്രി ബില്ല് അടച്ചത് താനല്ല എന്ന് മഹാദേവ്. കുട്ടിമണിയെ കാറിൽ കയറ്റി അപകടപ്പെടുത്താൻ മതികല ശ്രമിക്കുന്നു. ചുമ്മാ ഇതിങ്ങനെ തിരിച്ചേ പോരെ. ഇത്രയൊക്കെ മതിയോ ചേച്ചേ? മതിന്നേ. എനിക്ക് ഓടിച്ചായിരുന്നു. അയ്യോ ചേച്ചേ, കൊച്ചേച്ചി പറഞ്ഞില്ലേ വണ്ടി ഓടിച്ചനെ താച്ചോല് വേണോന്ന്. ഈ താച്ചോലില്ലല്ലോ, അത് അമ്മ മയിലല്ലേ. താക്കോല് തന്നാ കുട്ടിമണി വണ്ടി ഓടിക്കൂ. താച്ചോല് തന്നാ ഞാൻ വണ്ടി ഓടിക്കാം. താച്ചോല് തന്നാ പിന്നെ അങ്ങോട്ട് കയറി അങ്ങോട്ട് തിരിച്ചണം. എന്നിട്ട് താച്ചോലിട്ട് അങ്ങോട്ട് തിരിച്ചണം. എന്നിട്ട് കാല് വെച്ച് ദാണ്ട് അവിടെ ചവിട്ടണം. എന്നിട്ട് രാവിലെ കമ്പില്ലേ അതെല്ലാം വെച്ച് കൊടുക്കണം. അപ്പൊ ഉണ്ടല്ലോ വണ്ടി ബും ബും മുന്നോട്ടങ്ങോടും. എന്നിട്ട് കൊച്ചേച്ചി പറഞ്ഞ പോലെ രണ്ട് ഈ ഷാന ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചണം. അത്രയല്ലേ ഉള്ളൂ. പിന്നെ എല്ലാം എളുപ്പമാ മോളെ. ഒരു സെക്കൻഡ് കൊണ്ട് കാര്യങ്ങളെല്ലാം കഴിയും. അതിനു വേണ്ടിയല്ലേ കൊച്ചേച്ചി ഇതെല്ലാം പറഞ്ഞു തന്നത്. ആണോ? അപ്പൊ കൊച്ചേച്ചിനോട് ഇഷ്ടമുണ്ടല്ലേ? കൊച്ചേച്ചിക്ക് പിന്നെ മോളോട് ഇഷ്ടമില്ലാതെ വരൂ? കൊച്ചേച്ചിക്ക് കുട്ടിമണിയോട് ഭയങ്കര ഇഷ്ടമല്ലേ? അതുകൊണ്ടല്ലേ കൊച്ചേച്ചി ഇതെല്ലാം പറഞ്ഞു തരുന്നത്. പക്ഷെങ്കിൽ താച്ചോലില്ലല്ലോ. ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കാർ ഓടിച്ചേനെ. താക്കോലൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. കുട്ടിമണി വണ്ടി ഓടിക്കൂ. അങ്ങനെ കുട്ടിമണി നല്ലതുപോലെ വണ്ടി ഓടിച്ചാ കൊച്ചേച്ചി ഒരു സമ്മാനം വാങ്ങിച്ചു തരും. സമ്മാനം തരും. പക്ഷെ ഒരു കാര്യമുണ്ട്. രഹസ്യ. ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യണം. പരസ്യമാണോ? ഇല്ല, ഞാൻ ആരോടും പറയത്തില്ല. കൊച്ചേച്ചി നിർബന്ധിച്ചിട്ടാണ് മോള് വണ്ടി ഓടിച്ചതെന്ന് മോൾ ആരോടും പറയരുത്. അത് പറയണ്ട. മോള് തന്നെത്താൻ തീരുമാനിച്ച് തന്നെത്താൻ വണ്ടി ഓടിച്ചതാണെന്ന് പറഞ്ഞ എല്ലാവർക്കും സന്തോഷവും. അപ്പൊ കൊച്ചേച്ചി താക്കോലൊന്നു പറയൂ. അതെന്താടി ശ്രമിക്കാന്ന്? നീ പറയത്തില്ല. പറഞ്ഞ കേട്ടോ? മാടനപ്പൂപ്പനെ കൊണ്ട് സത്യം ചെയ്ടി. മാടനപ്പൂപ്പനാണ് സത്യം, ഞാൻ പറയത്തില്ല. മിടുക്കി. എന്നാ പിന്നെ കൊച്ചേച്ചി മോക്കൊരു സൂത്രം തരട്ടെ. എന്നാ കണ്ണടച്ച് കൈ നീട്ടിക്കോ. എന്തിനാ കണ്ണടച്ചിട്ട് കൈ നീട്ടുന്നേ? പറഞ്ഞത് കേക്കടി നീ. എന്നാ കേക്ക. അല്ലാ, ഒരു കൈ നീട്ടണോ അല്ല രണ്ട് കൈ നീട്ടണോ? ഒരു കൈ നീട്ടിയ മതി നീ. എന്നാ പിന്നെ വലത്തെ കൈ അങ്ങോട്ട് നീട്ട. ഇത് ഇടത്തെ കൈയടി. ആണോ? അയ്യോ, കൈ മാറിപ്പോയി. ഇന്നലെ വരെ ഇത് വലത്തെ കൈ ആയിരുന്നല്ലോ. ഇനി കണ്ണു തുറന്നേ. താച്ചോലല്ല, താക്കോൽ, ചാവി, സ്വിച്ച് കീ എന്നൊക്കെ പറയും. ഇനി നീ ഓടിച്ചോ? അതോ കൊച്ചേച്ചി താക്കോലിട്ട് തരണോ? അതെ, ആദ്യം ആവുമ്പോ കൊച്ചേച്ചി താക്കോലിട്ട് തരാം കേട്ടോ. ഇനി കുട്ടിമണി കേറിക്കോ. പിന്നെ കൊച്ചേച്ചി പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താ മതി കേട്ടോ. ശരി, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, കൊച്ചേച്ചിയാണ് താക്കോലെടുത്ത് തന്നതെന്ന് ആരോടും പറയരുത്. ഇല്ല, പറയത്തില്ല. സത്യമായിട്ട് ഞാൻ പറയത്തില്ല. സത്യം ചെയ്തില്ലായിരുന്നോ? ശരി, അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡെത്ത്. ഒന്നുമില്ല, ഈ ആശംസ നേർന്നതാ. കൊച്ചേച്ചി അകത്ത് നിന്ന് കണ്ടോളാം കേട്ടോ. കേറ് കേറടി. കേറ്.
സുഖമായിട്ട് തിരിച്ചാൻ. കാറ് ഓടിച്ചാൻ അതിനേക്കാൾ സുഖമായിരിച്ചു. ഞാനിപ്പോ കാറ് ഓടിച്ചേ. ആദ്യം ഇനി അയ്യോ എന്റെ അമ്മ. മയില് വെച്ച് പോവുകയാണോ? ഒറ്റേ നീ ഒന്നും കഴിക്കാതെ പോവുകയാണോ? ഞാൻ 3-4 ചൂട്ടുകൊന്നും എടുക്കാൻ പോയതല്ലയോ. നില്ല്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ പെണ്ണെ, നീയോ? ഇറങ്ങു പെണ്ണെ വണ്ടിന്ന്. ഓടിക്കടി, ഓടിക്ക്, എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുന്നു. അയ്യോ എനിക്ക് വയ്യ. മോളെ ഓടി വാ, ഈ പെണ്ണ് കാറും കൊണ്ട് പോണ്. ഓടി വായേ, എനിക്ക് വയ്യ. പെണ്ണെ ഒന്ന് ഇറങ്ങു പെണ്ണെ. ഇടിക്കടി, ഇടിക്ക്. പെണ്ണെ വണ്ടി ഇറങ്ങാൻ എനിക്ക് വയ്യ. പെണ്ണെ വണ്ടി ഇറങ്ങാൻ നോക്കി നിർത്ത്. അമ്മ മേലെ വണ്ടി വെച്ചോ. കുട്ടിമണി നിർത്ത്. നിർത്ത് കുട്ടിമണി. പൊന്നു കുട്ടിമണി വണ്ടി നിർത്ത്. കുട്ടിമണി ഓട്. നീ പോയി വണ്ടിയുടെ ഇടയിൽ കയറും. അങ്ങനെ തന്നെ വരണം, അങ്ങനെ തന്നെ. ഇപ്പൊ ചാവും, കണ്ടോ? 2 ചാവണം. കുട്ടിമണി ഇത് ഇടിക്ക്. കുട്ടിമണി ഇടിക്ക്. ഇടിച്ച് രണ്ടും കൂടെ ചത്തൂടെ. അയ്യോ കുട്ടിമണി നിർത്ത്. കുട്ടിമണി നിർത്ത് മോളെ. അയ്യോ കുട്ടിമണി, മോളെ. കുട്ടിമണി വേണ്ട. ഇത് കുട്ടിമണി. അയ്യോ മോളെ. അയ്യോ കുട്ടിമണി കാറ് കൊണ്ട് പോയേ. മോളെ അവിടെ നിക്ക്. ഈശ്വരന്മാരെ, അവക്കൊന്നും വരുത്തല്ലേ. പെണ്ണെ നിങ്ങൾ പോയി എന്തെങ്കിലും ചെയ്യ്. ആ പെണ്ണ് കാറ് കൊണ്ടുപോയി എവിടെയെങ്കിലും ഇടിച്ചു കയറ്റി കൊച്ച. ശാരദ, അവക്കൊന്നും വരുത്താതെ കാത്തോളണേ. കുട്ടിമണി എന്തായി കാണിച്ചത്? എന്നാ ഞാൻ കാറ് ഓടിച്ചല്ലേ? അമ്മയിലെ ഞാൻ കാറ് ഓടിച്ചാ കണ്ടു ഇറങ്ങ്. ഇപ്പൊ മനസ്സിലായ ഈ കുറ്റം ആരാണല്ലേ? മനസ്സിലായ? എന്റെ മോളെ, എന്തിനാ നീ സാഹസം കാണിച്ചത്? എന്തിനാ നീ വണ്ടി എടുത്തോണ്ട് പോയത്? അയ്യോ എന്റെ വല്യേച്ചി, ഈ കാർ ഓടിച്ചെന്ന് തന്നെ ഇത്രയൊക്കെ വരണ്ടേ? ഇതൊരു കുഞ്ഞു മോട്ടോറിക്ഷ കാറ്. ഞാൻ അങ്ങോട്ട് ഓടിച്ചു വട്ടം ചുറ്റിയ. കണ്ടില്ലായിരുന്നോ? വല്യേച്ചി കണ്ടില്ലേ? അപ്പൊ ഞാൻ കണ്ടില്ലായിരുന്നോ? കണ്ടടി, സ്വർഗം കണ്ടു. നിന്റെ തലമണ്ടി അടിച്ച് പൊട്ടിക്കുക വേണ്ടത്. വെറുതെ കിടന്ന കാറും എടുത്തോണ്ട് പോയിട്ട് ബാക്കിയുള്ളവരെ ഉയരെ തിരിച്ചു കളഞ്ഞു. ഈ അപ്പച്ചമ്മക്ക് എന്നാ? എന്തിനാ എന്നോട് വായിക്കടാൻ വരുന്നേ? എനിക്ക് കാർ ഓടിച്ചാൻ അറിയാന്നേ. അറിയാവുന്നോണ്ടല്ലേ ഞാൻ അങ്ങോട്ട് ഓടിച്ചേ. കാര്യം അറിയാതെ ചുമ്മാ വായിക്കൊണ്ടാക്കാൻ വരല്ലേ കേട്ടോ. വന്നേട്ടോ. വല്യേച്ചി, നമ്മൾ ഈ വണ്ടി ചാത്തോട്ട് കയറി അങ്ങോട്ട് ഇരിച്ചാണ്. എന്നിട്ട് താച്ചോല അങ്ങോട്ട് ഇട്ടാക്കണം. അപ്പൊ വണ്ടി അങ്ങോട്ട് ഷാട്ടാവും. അപ്പൊ നമ്മള് വണ്ടി വെച്ചണം. ചങ്ങ് പോണം. എന്നാലും കുട്ടിമണി, ഇത് ரொம்ப ഡേഞ്ചറസ്. എന്നാ ഡേഞ്ചറസ്? Dangerous ആ? അപകടം. കുട്ടിമണി വണ്ടി എടുക്കണ്ടായിരുന്നു. അവളും കുഞ്ഞു ഇതോടെ ഒടുങ്ങൂന്ന് കരുതിയതാ. ഇപ്പതേ പിശാച് വണ്ടി ഓടിച്ചു കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നു. മോൾക്ക് വണ്ടിയുടെ താക്കോൽ എങ്ങനെ കിട്ടി? അതെ, ആരാ കുട്ടിമണിയുടെ കയ്യില് താക്കോൽ തന്നത്? എനിക്ക് താറ്റോല് തന്നടേ കൊച്ചേച്ചി പറഞ്ഞു ഞാൻ വീടിച്ചാ വണ്ടി അങ്ങോട്ട് ഓടിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ വണ്ടി ഓടിച്ചേ. അറിയാവോ? ആ മുതുപെണ്ണിന് എന്തിന്റെ കേടാ? ഒന്നാമത് ഇവക്ക് ബുദ്ധിയില്ല, അവക്ക് ബുദ്ധിയില്ലാതായി പോയോ? വണ്ടിയുടെ താക്കോലെടുത്ത് കൊടുത്തേക്കുന്നു. അമ്മ വേണ്ടമ്മ, വിട്. കുട്ടിമണിക്ക് നല്ല ബുദ്ധി ഇருக்கு. അതാണല്ലോ ഇപ്പൊ വണ്ടി ഡ്രൈവ് ചെയ്തത്. ആ അതെ, കുട്ടിമണിക്ക് താക്കോൽ എടുത്ത് കൊടുത്തവള് മനസ്സിൽ കണ്ടത് നടന്നില്ലല്ലോ. ഇതുകൊണ്ടൊന്നും നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ടടി പൊട്ടി. നീയുണ്ട് മതികലയുടെ കയ്യിൽ നിനക്കെതിരെയുള്ള ആയുധങ്ങൾ. നിന്നെ എന്നേക്കുമായി തീർത്ത് കെട്ടിയിട്ടേ എന്റെ കലി അടങ്ങും. കുട്ടിമണി, ഇങ്ങനെ മോള് വണ്ടി ഒന്നും എടുത്തോണ്ട് പോകരുത്. വണ്ടി ഓടിക്കണെങ്കിലേ ലൈസൻസ് വേണം. ഓ എന്നെ എനിക്ക് ശൈലൻസ് എടുത്തങ്ങട്ടാ. അതൊക്കെ മൈലമ്മായി എടുത്തു തരും. അതിനു മുമ്പ് കുട്ടിമണി നന്നായി കാർ ഓടിക്കാൻ പഠിക്കണം. അമ്മ മയില് പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ടേ കുട്ടിമണി വണ്ടി എടുത്ത് പോകാവൂ, കേട്ടോ?
ആ പെണ്ണെ കാറിഞ്ഞെടുത്തോണ്ട് പോവല് കേട്ടോ. റോഡിലോട്ടങ്ങനെ ഇറങ്ങിയ അമേരിക്ക ചെന്നേ നിക്കത്തുള്ളൂ. ഏത് മേരി? മേരിയല്ല, മേരിയുടെ അവസാനം ഇക്ക ഉണ്ട്. അമേരിക്ക അമേരിക്ക അമേരിക്ക. അതങ്ങ് ദൂരെ 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 ഉള്ളൊരു ജില്ലയാ. അങ്ങനെ എന്നാ ഞാൻ ഇനി എന്റെ അമ്മമ്മയിൽ പഠിപ്പിച്ചിട്ടേ ഓടിച്ചോളൂ. പോരെ? അത് മതി കേട്ടോ, മിടുക്കിയാണേ. അയ്യോ പെണ്ണേ, പെണ്ണേ, ഓടല്ലേ പെണ്ണേ, നിക്ക് പെണ്ണേ അവിടെ. നിങ്ങൾ കണ്ടോ ഈ അത്ഭുതങ്ങളൊക്കെ? കണ്ടു. ആ അത്ഭുതത്തിൽ തന്നെ ഇരിക്കുക ഞാനും. എന്നാലും കുട്ടിമണി എങ്ങനെ കാർ ഓടിച്ചു? ആ അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനി നിങ്ങളുടെ അമ്മയുടെ പ്രേതം അങ്ങനെ അവളുടെ ദേഹത്ത് കയറിയോ? അതിന് അമ്മയ്ക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ലല്ലോ. എന്റെ മനുഷ്യ, പ്രേതമായ പിന്നെ എന്ത് ചെയ്യാം? കാർ ഓടിക്കാം, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാം, ആകാശത്തൂടെ പറന്നു നടക്കാം. ഓ, അങ്ങനെയൊക്കെയാണോ? കേട്ടിട്ട് കൊതി വരുന്നു. ഓ, എന്നാ പിന്നെ നിങ്ങൾ പോയി തൂങ്ങിച്ചാവ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പ്രേതമാവും. കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് കേറുന്നു. എന്നാലും ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് മനസ്സജൻ അവളെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചു എന്നാ. എന്റെ മതി, മനസ്സജൻ പഠിപ്പിച്ചാലും കുട്ടിമണിക്ക് കാർ ഓടിക്കാൻ സാധിക്കണ്ടേ? ഇത്രയും ബുദ്ധി കുറഞ്ഞ കുട്ടിമണി എങ്ങനെയാ വണ്ടി ഓടിക്കാനൊക്കെ ഈ ഓർത്തു വെക്കുന്നത്? ഇത് അബദ്ധത്തില് കുട്ടിമണി വണ്ടിക്കകത്ത് കയറി, വണ്ടി സ്റ്റാർട്ടായി, നേരെ ഒന്ന് വട്ടം കറക്കി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. അത്ര തന്നെ. അല്ലാതെ അതിനെ വലിയ കാര്യമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ആരാ കുട്ടിമണിയുടെ കയ്യില് കാറിന്റെ താക്കോലെടുത്ത് കൊടുത്തത്? അതെ, എനിക്കറിയത്തില്ല. അത് അവളായിരിക്കും, മൈലമ്മ. എന്നാലും അവളുടെ അഹങ്കാരം സമ്മതിക്കണം അല്ലേ രവിയേട്ടാ? എനിക്കൊരു സംശയം. എന്താ മോനെ? ഈ മൈലമ്മയാണ് കുട്ടിമണിയുടെ കയ്യില് കാറിന്റെ താക്കോലെടുത്ത് കൊടുത്തതെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം കാണത്തില്ലേ? എന്ത് രഹസ്യം? തല കൊണ്ട് ചിന്തിക്കും മനുഷ്യ. കുട്ടിമണിക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ല എന്നുള്ള കാര്യം മൈലമ്മയ്ക്ക് അറിയാം. കുട്ടിമണിയെ പോലൊരാള് കാർ ഓടിച്ച അപകടം ഉണ്ടാവുമെന്നും അറിയാം. അപ്പൊ കുട്ടിമണിക്ക് ഒരു അപകടം ഉണ്ടാവാൻ വേണ്ടി മൈലമ്മ മനഃപൂർവ്വം ചെയ്തതല്ലേ ഇത്? മനഃപൂർവ്വം ചെയ്തതോ? കുട്ടിമണിയെ അപകടത്തിൽപ്പെടുത്തിയിട്ട് മൈലമ്മയ്ക്ക് എന്ത് കാര്യം? അവിടെയാ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ബുദ്ധിയുടെ വ്യത്യാസം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത്? മനസ്സജനോട് ഈ മൈലമ്മയ്ക്കുള്ള അടുപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനസ്സജനെ കാണാതായപ്പോ ഓടി നടക്കുന്നു, അവൻ ആശുപത്രി കിടന്നപ്പോ ചോറ് കെട്ടിക്കൊണ്ട് ഓടുന്നു, ഏത് സമയത്തും മനസ്സജനെണ്ണേ മനസ്സജനെണ്ണേ എന്ന് പറഞ്ഞു പുറകെ നടക്കുന്നു. അത് ആങ്ങളെ പോലെ കാണുന്നോണ്ടാണല്ലോ. പിന്നെ ആങ്ങളെ പോലെ കാണുന്നു. അതെല്ലാ പെണ്ണുങ്ങളും ഒരു ഘട്ടം വരെ പറയും ആങ്ങളെ പോലെ കാണുന്നു. കുറച്ച് കഴിയുമ്പോ തനി നിറം പുറത്തു വരും. മതി എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ ബലമായ സംശയം ഈ മൈലമ്മയ്ക്ക് മനസ്സജനോട് എന്തോ ഒരു ഇഷ്ടക്കൂടുതലുണ്ടെന്ന്. ചിലപ്പോ മനസ്സജനും കാണും. അവനാരാ മോൻ, തനി ഫ്രോഡല്ലേ? എത്ര പെമ്പിള്ളാരുമായിട്ട് പ്രേമം ഉണ്ടായിരുന്നവനാ അവൻ. അത് മതിക്ക് എങ്ങനെ അറിയാം? അത് ഒരാളെ കാണുമ്പോ തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. കുറെ കാലമായില്ലേ നമ്മൾ അവനെ കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ ചിന്തിക്കുന്നത് തന്നെയായിരിക്കും ശരി. മൈലമ്മയ്ക്കും മനസ്സജനും ഇടയില് എന്തെങ്കിലും ഒരു രഹസ്യം കാണും. അപ്പോ കുട്ടിമണിയെ ഒഴിവാക്കാനായിട്ട് ബുദ്ധിപരമായ ഒരു മാർഗം നോക്കുന്നതാ അവര്. ഇല്ലെങ്കിൽ കുട്ടിമണി നാളെ പ്രസവിക്കും, കുഞ്ഞുണ്ടാവും. അപ്പോ മനസ്സജന് ബാധ്യത കൂടില്ലേ? അപ്പൊ ഇതാവുമ്പോ ആരും ഒന്നും സംശയിക്കത്തില്ല. അങ്ങനെയൊക്കെ വരുമോ? മതി വരും, ഉറപ്പായിട്ടും വരും. കാരണം ഒരു വാഹനാപകടത്തിലാണ് കുട്ടിമണിയും കുഞ്ഞും മരിക്കുന്നതെങ്കിൽ ആർക്കെങ്കിലും പരാതിയുണ്ടോ? ഇല്ല. മനസ്സജൻ ആവശ്യത്തിനുള്ള പൈസയും ഇൻഷുറൻസിൽ നിന്ന് കിട്ടുമല്ലോ, കിട്ടും. അപ്പൊ ആ പൈസ കൊണ്ട് മൈലമ്മയ്ക്കൊരു പുതിയ കാറും മേടിച്ച് 2 പേർക്കും കൂടി അങ്ങ് സുഖിച്ച് ജീവിക്കാം. പോരെങ്കി മനസ്സജന്റെ പേരും തമിഴ്നാട്ടിലാണ്. ദേ, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം നടക്കുമ്പോ അത് നേരെയല്ല കാണേണ്ടത്, അതിന്റെ മറുപുറം കൂടെ കാണണമെന്ന്. എനിക്കൊരു ഫോൺ ചെയ്യണം. ഒരു കാര്യം ചെയ്യും, നിങ്ങള് ഇവിടെ ഇരുന്ന് ആലോചിക്കും. ആലോചിച്ച് കണ്ടുപിടിക്കും.
വലിയ വലിയ തമാശകളാ. ഇന്നത്തെ കുട്ടിമണി കാർ ഓടിച്ചു. ആ അതേന്ന് വണ്ടിക്കകത്ത് കേറിയിരുന്നപ്പോ പിന്നെ അതീന്ന് അവളെ ശവമായിട്ട് എടുക്കോളെന്നാ ഞാൻ കരുതിയത്. കാർ ഓടിക്കാൻ അവളോട് പറഞ്ഞത് ഞാനാ. അങ്ങനെയെങ്കിലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചു തീരട്ടെ എന്ന് കരുതി. പക്ഷെ സംഭവിച്ചതെന്താ? പെണ്ണു നോക്കിയപ്പോ കാറ് 2 റൗണ്ട് ഓടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നു. എന്തൊരു മഹാത്ഭുതമാ! ഈ വീട്ടിലിപ്പ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത്തിരി മുമ്പേ രവിയേട്ടനോട് പറയുമായിരുന്നു, ഇത് മൊത്തം മഹാത്ഭുതങ്ങളുടെ ഒരു കോട്ടയാണ്. മോളെ മതികലേ, മോളെ മതികലേ, മോളെ കുട്ടിമണി ഒരു പാവ. ഞങ്ങളുടെ ജീവന്റെ ജീവനാ കുട്ടിമണി. എന്റെയും എന്റെ അച്ചോട്ടിന്റെയും. അവളെ ദ്രോഹിക്കാവുന്ന രീതിയിലൊക്കെ നീ ദ്രോഹിച്ചു. അത് ഈ അമ്മ അറിയാൻ ഒരുപാട് വൈകിപ്പോവുകയും ചെയ്തു. ഇപ്പൊ എനിക്കെല്ലാം അറിയാം, എല്ലാം കാണാം. എന്താ നിനക്ക് കുട്ടിമണിയോട് വൈരാഗ്യം തോന്നാനുള്ള കാരണവും എന്തെന്ന് എനിക്കറിയാം. പൊന്നുമോളോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ദേഹത്ത് തുടരുത്. എന്നെ ഇത്രയ്ക്ക് പേടിയാണല്ലേ? എന്താ മോളെ എന്നെ പേടിക്കാൻ കാരണം? അതമ്മ പറയട്ടെ എല്ലാവരോടും ഉറക്കെ. എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. എന്നോട് സംസാരിക്കാൻ വരരുത്. മോളെ, എന്റെ കുട്ടിമണിയെ നീ ഇനി ദ്രോഹിക്കരുത്. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നീ നോക്കരുത്. അങ്ങനെ എങ്ങാനും നീ ശ്രമിച്ചാ നിക്കടി. അമ്മയുടെ ചിരിക്കുന്ന മുഖം മാത്രമല്ലേ മോള് കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തെ ഒരു മുഖം എനിക്കുണ്ട്. എന്റെ കുട്ടിമണിയെ സംരക്ഷിക്കണം എനിക്ക്. എന്റെ കുട്ടിമണിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും സംരക്ഷിക്കണം. ഞാൻ കൊല്ലപ്പെട്ടതുപോലെ എന്റെ കുഞ്ഞ് ചാവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച എന്ത് ചെയ്യും ഞാൻ? എന്തും ഓർത്തോ, എല്ലാം ഞാൻ കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുമുണ്ട്. നിന്റെ കൂടെയുണ്ട് ഞാൻ, കേട്ടോ? എന്നതാ പെണ്ണെ നീ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? നിങ്ങൾ അഭിനയിക്കല്ലേ? ആ അത് ശരി. നിങ്ങൾ ഇത്രയും നേരം എന്നോട് എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് പറഞ്ഞോ എന്തോന്ന്? അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. നീ എന്നോട് വഴക്കിലേക്കാതെ പോ പോ പോ. കൊച്ചേ, നീ കണ്ടോ കുട്ടിമണി കാർ ഓടിച്ചത്? ഇനി അവള് ലോറി ഓടിക്കും, വിമാനവും പറപ്പിക്കും. നീ കണ്ടു നിൽക്കും, നോക്കിക്കോ. ഇത് ഞാൻ കണ്ടെത്തും. ഇതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന്. 60 കഴിഞ്ഞവരെ പോലെ പിറുപിറുത്തോണ്ട് പോണ്. അയ്യോ എന്താ ക്ഷീണം. ഞാൻ ഇത്തിരി മുമ്പ് എവിടെ ആയിരുന്നു? ആ എവിടെയാവട്ടെ. മനുഷ്യ, മനുഷ്യ ഒന്ന് കൊണ്ടുവന്നില്ലേ ഞാൻ? എന്റെ കുട്ടു, ഞാൻ കടയിലോട്ടൊന്നും പോയില്ല. പോകുമ്പോ മേടിച്ചോണ്ട് വരാം. ഉണ്ണിയപ്പം കൊണ്ടുവരണം. കൊണ്ടുവരാം. പക്കാവനെയും കൊണ്ടുവരണം. കൊണ്ടുവരാം.
പിന്നെ ഞാൻ വേറെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ. ആ കുഞ്ഞുമണി പറഞ്ഞായിരുന്നു. ദേ, ഒരു കുത്ത് ഞാൻ വെച്ചു തരും കേട്ടോ. ഇല്ലാത്ത കാശുണ്ടാക്കി എങ്ങനെങ്കിലും മേടിച്ചോണ്ട് വരുന്നതിന്റെ പാട് എനിക്ക് അറിയത്തുള്ളൂ. കൂടുതൽ നികളിക്കല്ലേ പെണ്ണെ. ഭർത്താവാണ് ഭാര്യയ്ക്ക് എല്ലാം വാങ്ങിച്ചോണ്ട് കൊടുക്കേണ്ടത്, അറിയാവോ? ഓ അറിയാമേ. നിന്റെ പറച്ചിലേട്ടാ തോന്നുമല്ലോ നീ നേരത്തെ 4 കെട്ടിയിട്ടുണ്ടെന്ന്. വിക്രേര് പറഞ്ഞ എന്നോട് ഒറ്റ ചേട്ടാ. ആ ഞാൻ ഒരാളെ മാത്രമേ കെട്ടിയിട്ടുള്ളൂ, ഈ നിൽക്കുന്ന മനുഷ്യനെ മാത്രം. ആ അല്ല, നീ എന്നെ കെട്ടിയതോ അതോ ഞാൻ നിന്നെ കെട്ടിയതോ? ഞാൻ കെട്ടിയതാ. എനിക്ക് ആ കെട്ടിയിടുന്നത് ഇഷ്ടം. ആ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ ഉള്ളിലിരിപ്പ് എനിക്കറിയാം. എന്നെ എവിടെയെങ്കിലും വിളിച്ച് പൂട്ടിയിടുക അല്ലേ? അച്ഛൻ അമ്മയും പണ്ട് പറയുമായിരുന്നു എന്നെ എവിടെയെങ്കിലും പിടിച്ച് പൂട്ടിയിട. ഞാനേ വയ്യ പോകുന്ന എല്ലാത്തിനെയും കടിച്ചെന്നു. അതെനിക്കും തോന്നാറുണ്ട്. ഞാനിപ്പോ ആരെയും കടിച്ചാറില്ലല്ലോ. എനിക്ക് ഇപ്പഴേ ഇടിച്ചാനേ ഇഷ്ടം മനുഷ്യ. അന്ന് വന്നപ്പോ കൊച്ചു കൊടുത്തില്ലേ ആടുപോലെ നല്ല ഇടി. ദുറ്റന്മാർക്ക് എല്ലാം കൊടുക്കണം. ഇപ്പൊ എനിക്ക് അടാ ഇഷ്ടം. ഓ ആയിക്കോട്ടെ. വഴിയെ പോകുന്നവരുടെ മുതുകത്ത് കേറിട്ടെ. അതെ, നാളെ പരാതിയും കൊണ്ട് എന്റെ അടുത്ത് വരരുത് കേട്ടോ. എടി, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ഓ ഞാനേ ഇന്നൊരു വലിയ നല്ല കാര്യം ചെയ്തു മനുഷ്യ. എന്നതാ കാര്യം? ഓ അവനൊന്നും പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാവത്തില്ല. കുട്ടിമണി ഇന്ന് ആരായിരുന്നു എന്ന് ചോദിച്ചു നോക്കിച്ചേ. കുട്ടിമണി ആരാ? കുട്ടിമണി കുട്ടിമണി തന്നെ അല്ലാതാരാ? കുട്ടിമണി കുട്ടിമണി അല്ല. കുട്ടിമണി ഇന്ന് വലിയ മണിയായി ഇവിടെ. എന്ത് കാര്യത്തിന്? ഓ നീ 2 പ്ലേറ്റ് ചോറ് അധികം ഉണ്ട് കാണും അല്ലേ? അങ്ങനൊന്നും പറഞ്ഞ എന്നെ കളിയാക്കണ്ടേട്ടാ. ഞാനേ ചോറ് കഴിച്ചെന്നുണ്ടെങ്കിൽ അതെനിക്ക് നല്ല ശക്തി വരാൻ വേണ്ടിട്ടാ. അങ്ങനെ ശക്തി വന്നോണ്ടാ എനിക്ക് അപ്പുതങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നേ കേട്ടോ. എന്തോന്ന് അപ്പു? ഓ അപ്പുതം അപ്പുതം. ഓ അത്ഭുതം. മനസ്സിലായി മനസ്സിലായി. അതെ, എന്ത് അത്ഭുതമാണ് കുട്ടിമണി ചെയ്തത്? ഞാൻ എന്നതാ ചെയ്തേന്നെ മനുഷ്യൻ ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചു നോക്ക്. എടി, ഇവിടെ ഉള്ളവരോട് ചോദിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ വലിയ അത്ഭുതമാണ് ഭാര്യ ചെയ്തതെന്ന് ഭാര്യ ഭർത്താവിനോട് പറയുന്നത്? നിന്റെ ഭർത്താവല്ലേ ഞാൻ? എന്റെ ഭർത്താവൊക്കെയാ. പക്ഷെ ചില സമയത്ത് എനിക്ക് മനുഷ്യന്റെ സ്വഭാവം ഒരു പിടിച്ചേ ഇല്ല. നല്ല നല്ല കുത്തിട്ടാനിട്ടാ. എടി, ഒരു കുത്ത് കിട്ടി വീണിട്ട് ഞാൻ ഇങ്ങോട്ട് എണീറ്റ് വന്നതേ ഉള്ളൂ. ഇനി നീ ഇവിടെ കുത്ത്. മനുഷ്യ, ഞാനിത് കാർ ഓടിച്ചു മനുഷ്യ. സ്വപ്നത്തിലോ? സ്വപ്നത്തിലൊന്നും അല്ല. ഈ മുറ്റത്ത് ഞാൻ മറ്റത്തോലൂടെ അങ്ങോട്ട് കാറങ്ങോട്ട് ഓടിച്ചോടിച്ചു പോയി. നീയോ കാർ ഓടിച്ചെന്നോ? ഓഹാ, ഞാനീ തന്നെത്താനെ കാർ ഓടിച്ചു മനുഷ്യ. എല്ലാരും അങ്ങോട്ട് ഞെട്ടിപ്പോയി. എടി, നീ സത്യമാണോ പറയുന്നേ? അയ്യോ ആണെന്നേ, സത്യം തന്നെ പറയുന്നേ. ഞാനീ കാർ ഓടിച്ചു. എനിക്ക് കാറിന്റെ താച്ചോല് കിട്ടിയേ. അപ്പൊ ഞാൻ താച്ചോല് കൊണ്ടുപോയിട്ട് കാറ് ശിരശിരന്ന് ഷാട്ടാക്കി. ഷാട്ടാക്കിട്ട് അമ്മ മയിൽ ചെയ്യുന്ന പോലെ കാലുകൊണ്ട് ഒരാറ്റ ചവിട്ട്, എന്നിട്ട് കൈ കൊണ്ട് അതിനകത്തെ കമ്പിക്കിട്ട് ഒരാറ്റ ചവിട്ട് വെച്ചു കൊടുത്ത. അപ്പഴേ കാറ് മുന്നോട്ട് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ വട്ടം തിരിച്ചു. എന്നിട്ട് വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചോ? ഞാൻ എങ്ങും കൊണ്ട് ഇടിച്ചില്ല മനുഷ്യ. ഞാന് വണ്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തി. അപ്പോഴേക്കും അമ്മ മയിലും അപ്പച്ചമ്മയൊക്കെ ഓടി വന്നു. എന്നിട്ട് എല്ലാരും കൂടി എന്നെ അനുബന്ധിച്ചു മനുഷ്യ. ഓ അനുബന്ധിച്ചെന്ന്. അഭിനന്ദിച്ചെന്നാണോ നീ ഉദ്ദേശിച്ചത്? അതന്നെ. എന്നിട്ട് കൊള്ളാം മോളേന്നൊക്കെ പറഞ്ഞു എന്നെ തോടിച്ചു പിടിച്ചങ്ങ് കുലുക്കി. എടി, ഇതൊക്കെ സത്യമാണോ നീ പറയുന്നേ? ഓ സത്യാണ്. മനുഷ്യൻ എന്നെ അനുബന്ധിച്ചൊന്നും ഇല്ലേ? നിന്നെ ഞാൻ അഭിനന്ദിക്കുകയല്ല, നിന്റെ ചെവിക്ക് പിടിച്ചൊരു കിഴിക്കാരെയാ വേണ്ടത്. വയറ്റി കുഞ്ഞുമണിയുള്ളപ്പോ ഇത്തരം കുരുത്തക്കേടുകളൊക്കെ കാണിക്കാമോ? പഠിത്തമൊക്കെ അവിടെ നിക്കട്ടെ. ഇനി മേലിൽ എന്നോട് ചോദിക്കാതെ നീ കാറി കേറിയാ കേട്ടല്ലോ? കേട്ടില്ല. കേട്ടില്ലേ? കേട്ടു. ആഹാ, എന്താണൊരു സംസാരം? ഭാര്യയും ഭർത്താവും കൂടി. എനിക്കൂടി കേക്കാവോ? ഓ, ഇവള് കാർ ഓടിച്ച കാര്യം പറയുമായിരുന്നു സീതെടുത്തി. എന്റെ നെഞ്ചു കിടുങ്ങിപ്പോയി സിജ. കുട്ടിമണി കാർ എടുത്തോണ്ടൊരു ഒറ്റ പോക്ക്. എല്ലാരും പേടിച്ച് നിൽക്കുമായിരുന്നു. ഇവിളിതെങ്ങനെ ഓടിച്ച് തിരിച്ചുകൊണ്ട് നിർത്തി? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാം അമ്മയുടെ ആത്മാവിന്റെ ശക്തി. പിന്നെ ആ മാവിന്റെ ഈ മാവിന്റെ ശക്തി ഒന്നുമല്ല. ഞാനേ തന്നെ താനെ ഓടിച്ചതാ. ഞാൻ നല്ല പിടിച്ചാ. എനിക്ക് വണ്ടി ഓടിച്ചാനൊക്കെ അറിയാലോ.
അമ്മമ്മയിൽ പറഞ്ഞല്ലോ എനിക്ക് വണ്ടി ഓടിച്ചാനൊക്കെ പറ്റുന്നു. മോളെ കാറൊന്നും അങ്ങനെ പെട്ടെന്ന് ഓടിക്കാൻ പഠിക്കാവുന്നതല്ല. എവിടെയെങ്കിലും പോയി ഇടിച്ച് എന്തെങ്കിലും അപകടം പറ്റിയാലോ? ഒന്നും പറ്റൂല. ഞാൻ ഇനിയും കാർ ഓടിച്ചു. എന്നിട്ട് സ്വന്തമായിട്ട് ഒരു കാറ് മേടിച്ച് മനുഷ്യനും ഒരു കാർ മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങള് കാർ ഓടിച്ചാ പോവും. അല്ല മനുഷ്യ? ശരി മുതലാളി, രണ്ടുപേർക്കും കൂടി പോവാ. ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി ടാക്സി സ്റ്റാൻഡിൽ പോയി കിടക്കാം. അപ്പോഴേ കുഞ്ഞുമണി ആര് നോക്കും? ആ കുഞ്ഞുമണിയെ നീ നോക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുഞ്ഞുമണിയെ നോക്കാനൊന്നും പറ്റത്തില്ലാന്ന്. മനുഷ്യനല്ലേ എപ്പോഴും പറയുന്നത് മനുഷ്യന്റെ മോള എപ്പോഴും അങ്ങ് നോക്കിച്ചോളാന്ന്. കേട്ടോ ഇവള് പറയുന്നത്. അപ്പൊ കുഞ്ഞുമണിയെ ഞാൻ നോക്കണം, വീട്ടുജോലിയും ഞാൻ ചെയ്യണം, വണ്ടി ഞാൻ ഓടിക്കണം. വണ്ടിയൊക്കെ ഞാൻ ഓടിച്ചോളാം. വണ്ടി ഓടിച്ചാൽ എനിക്കറിയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മനുഷ്യ. മനുഷ്യ ഒരു കാറ് മേടിച്ചാ മനുഷ്യ ഒരു കുഞ്ഞു കാറായാലും മതി. അമ്മമാരിനേക്കാളും കുഞ്ഞു കാറായാലും മതി. എനിക്ക് ഓടിച്ചാനാ മനുഷ്യ. എന്റെ പൊന്നു കുട്ടു, കുട്ടിമണി, എടി പൊട്ടിമണി. എന്നെ പൊട്ടിമണി എന്ന് വെച്ചാണ്ടില്ല, എനിക്ക് ദേഷ്യം വരും. ആ പറഞ്ഞേക്കാം. എടി കാറൊക്കെ നല്ലതുപോലെ ഓടിക്കാൻ പഠിച്ചിട്ട് നിനക്ക് ലൈസൻസ് കിട്ടണ്ടേ? അതെന്നാ എനിക്ക് ശൈലൻസ് കിട്ടാത്തെ? സൈലൻസ് അല്ല മോളെ, ലൈസൻസ്. ഈ വണ്ടി ഓടിക്കണമെങ്കിലേ ആദ്യം ലൈസൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. അതില്ലാതെ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചാലേ പോലീസ് പിടിച്ചോണ്ട് പോകും. അയ്യോ പോലീസോ? മനുഷ്യന് ശൈലൻസ് ഉണ്ടോ? എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. എന്നാലേ എനിക്കും കൂടി ഒരു ശൈലൻസ് മേടിച്ചാ. അത് ഏത് കടയിലായിട്ടുണ്ടേ? അയ്യോ അത് കടയിൽ കിട്ടുന്നൊന്നും അല്ല. കാർ ഓടിക്കാൻ പഠിച്ചിട്ട് നമ്മള് ഒരു ടെസ്റ്റിന് പോണം. അല്ല എന്തിനു പോനാ? ടെസ്റ്റിന് പോണം. അവിടെ പോലീസും വേറെ ഒരു പോലീസും ഒക്കെ കാണും. അവരെ നമ്മൾ കാർ ഇങ്ങനെ ഓടിച്ച് കാണിക്കണം. ശരിയായിട്ട് ഇങ്ങനെ ഓടിച്ചാലുണ്ടല്ലോ ആ പോലീസുകാര് നമുക്ക് ലൈസൻസ് തരും. അതുണ്ടെങ്കിലല്ലേ റോഡിൽ കൂടെ നമുക്ക് കാർ ഓടിക്കാൻ പറ്റുള്ളൂ. അതെ മനുഷ്യ എനിക്കൊരു ശൈലൻസ് മേടിച്ച മനുഷ്യ ഞാൻ നന്നായിട്ട് ഓടിച്ചോളാം. നല്ല നല്ല വൃത്തിയായിട്ട് ഓടിച്ചോളാം. അതിന് ബുദ്ധിയുള്ളവർക്കല്ലേ ലൈസൻസ് കൊടുക്കൂ, അല്ലേ സീതാർത്ഥി? എനിക്ക് ബുദ്ധിയില്ലാണ്ട് മനുഷ്യൻ പറഞ്ഞു. ഞാൻ എനിക്ക് ശൈലൻസ് കിട്ടത്തില്ല. എന്റെ പൊന്നു കുട്ടു, നിനക്ക് ബുദ്ധിയില്ലെന്നല്ല, അങ്ങനെ പറഞ്ഞതല്ല ഞാൻ. അതെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്റെ കുട്ടിമണിക്ക് എത്ര ലൈസൻസ് വേണം? ഈ മനസ്സിനെടുത്ത് തരുമല്ലോ. എടുത്തു തരുമോ? ഉറപ്പായിട്ടും എടുത്തു തരും. കാർ ഓടിച്ചാനുള്ള ലൈസൻസ് തരുമോ? ജീപ്പ് ഓടിച്ചാൻ? ലോറി ഓടിച്ചാൻ? എടുത്തു തരാം. ലോറിയും ബസ്സും കാറും എല്ലാം ഓടിക്കാനുള്ള ലൈസൻസ് ഈ മനസ്സിനെടുത്ത് തരും. അപ്പൊ വിമാനം ഓടിച്ചാനോ? കുട്ടിമണി നിലത്തൊന്നും അല്ല, വിമാനത്തെ വരെ ആയി. കുട്ടിമണി കാർ ഓടിച്ചു വന്നു, എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു ചതിയുണ്ട് സിജ. ചതിയോ? അതെന്താ? കുട്ടിമണിക്ക് ആരാണ് കാറിന്റെ താക്കോൽ എടുത്ത് കൊടുത്തെന്നൊന്ന് ചോദിച്ചു. അത് കൊച്ചേച്ചി എടുത്തു തന്നെ. കൊച്ചേച്ചി എനിക്ക് താക്കോൽ എടുത്തു തന്നിട്ട് പറഞ്ഞു ഓടിച്ചോ, ഒരു കുഴപ്പമില്ല, കുട്ടിമണി മിരിക്കാന്ന് പറഞ്ഞു. മോളെ, കൊച്ചേച്ചി എന്ത് പറഞ്ഞാലും മോളത് ചെയ്യരുത് കേട്ടോ. കൊച്ചേച്ചി എന്ത് തന്നാലും വാങ്ങിക്കുകയും വേണ്ട. പണ്ട് മോളോട് വല്യേച്ചി പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇനി ശ്രദ്ധിക്കാവേ. മനുഷ്യ ഞാനേ കാർ ഓടിച്ച കാര്യേ എന്നെ കിങ്ങിനോടൊന്ന് പറഞ്ഞിട്ട് വരാവേ. കിങ്ങിനേ ഞാനേ എന്താണ് മതികലയുടെ ഉദ്ദേശമെന്ന് സിജന് മനസ്സിലായോ? കുട്ടിമണി കാർ ഓടിക്കുക, എവിടെയെങ്കിലും പോയി ഇടിച്ച് തകരുക, കുട്ടിമണിയും കുഞ്ഞുമണിയും ഇല്ലാതാകുക. അവളെ ഞാൻ ഒന്നും വേണ്ട, ഒന്നും അറിഞ്ഞതായി നടിക്കുകയും വേണ്ട. മതികല കളിക്കും സിജ, അവൾ മറഞ്ഞു നിന്ന് കളിക്കും. ഒളിയുദ്ധമാണ് അവളുടെ രീതി. മനസ്സിനതറിയാലോ. പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തും. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടത്തി, ഇരുട്ടത്ത് കുത്തുന്നവനിട്ട് വെളിച്ചത്ത് വെട്ടുന്നവനാ മനസ്സിന്. അവക്കറിയാം എന്നെ ശരിക്കും. ഏത് സമയത്തും ഞാൻ തിരിച്ചടിക്കുമെന്നും അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും അവൾ കളി നിർത്തിയില്ലെങ്കിൽ പഠിപ്പിക്കും മനസ്സിന്. അവൾ എൻ്റെ മുന്നിൽ കാണിക്കുന്നത് കുതന്ത്രങ്ങൾ കൊണ്ടാണെങ്കിൽ അത്തരം കളികളിൽ എത്രത്തോളം മുമ്പിലാണ് മനസ്സിജനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. സീതേർത്തി, അടങ്ങിയിരിക്കും തോറും വീണ്ടും വീണ്ടും പത്തി വിരിച്ച് പിന്നാലെ വരിക അവള്. ഒന്നുകിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ സ്വയം അടങ്ങാനായിട്ടുള്ള വരവാ അവളുടേത്.
ഇനി കുട്ടിമണിക്കെതിരെ എന്തിനെങ്കിലും മുതിർന്നാൽ കാണിച്ചു കൊടുക്കും മനസ്സിന് ആരാണെന്ന്. പഠിക്കാം. ദക്ഷിണ കൊടുക്കു വേണേ. ഭക്ഷണോ? ഓ ഭക്ഷണം ഭക്ഷണം. എടി നിന്റെ ആശാട്ടിക്ക് ഭക്ഷണം അല്ല ദക്ഷിണ കൊടുക്കാൻ. ആശാത്തിയോ? ആരാ ആശാത്തി? എടി മൂശാട്ടെ, നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്നത് ആരാ? അമ്മ മയില ആശാട്ടി. കാലത്തോട് തൊഴു പെണ്ണേ. അമ്മ അമ്മ വേണ്ട. പിന്നെ ഈ അവസ്ഥയിലിരിക്കുന്ന കുട്ടിമണി എന്റെ കാല് തൊട്ട് തൊഴാൻ പോകുന്നു. അമ്മ ഒന്ന് ചുമ്മാ ഇരുന്നേ. ആ കുട്ടിമണിക്ക് അമ്മ മയിലിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട്. പഠിക്കാം. വാ, കേറ്. ആദ്യം കുട്ടിമണി കണ്ടുപിടിക്കും. ഇങ്ങോട്ട് വാ. അവിടെ കയറിക്കും. ചെല്ല്. ഇതെന്നാ വരാത്തെ? അകത്തും ഞാൻ തുറന്നുതരാം. ജനലിൽ കൂടി കയറാം. എനിക്കറിയായിരുന്നു. ഓ ഓ പൊറ്റെ. പെണ്ണെ കണ്ടു പഠിച്ചോളണം കേട്ടാ. എന്നെ ഓടിപ്പിച്ചു. ആദ്യം കണ്ടുപിടിക്ക്, എന്നിട്ട് ഓടിപ്പിക്കാം. പറ്റത്തില്ല പറ്റത്തില്ല, എനിക്ക് ഓടിച്ചോണോ? ഇല്ല ഞാൻ പെണ്ണ് തുടങ്ങി. ഇതാ ഇതിനെ അടുപ്പിക്കരുതെന്ന് പറഞ്ഞത്. എന്റെ കുട്ടിമണി ആദ്യം അമ്മ മയിൽ ഓടിക്കുന്ന കാണും. അത് കഴിഞ്ഞു മതി ബാക്കി. എന്നിട്ട് അമ്മ മയിൽ ഓടിപ്പിക്കാം. അത് കിയറിംഗ് അല്ല, സ്റ്റിയറിംഗ്. സന്തോഷം കൊണ്ട് ഞാനിപ്പോ അങ്ങ് ശത്രുവോ. വണ്ടി വീട് വയ്യമ്മേ. പോട്ടെ പോട്ടെ. ഇവനാ മോളെ? അല്ല அது ஆளா மாமா இல்ல அது நம்ம பொன்னம்பலம். பொன்னம்பலம் ஏதாவது சீரியஸ் மேட்டர் இருக்கும். என்னடா இது ஒரு மாதிரி சினிமா ஸ்டைல் சேசிங்? நீ எந்த போன் விളിക്കാത്തது? மேடம் நான் கூப்பிட்டாங்க, ஆனா நீங்க போன் எடுக்கல. ஓ அப்படியா? போன் சைலண்டா இருந்திருக்கும். சரி, என்ன விஷயம்? மேடம் ஒரு நிமிஷம், கொஞ்சம் வாங்க. അപ്പറ്റമ്മേ എന്നാ പെണ്ണെ? അമ്മ മയിലിന്റെ അടുത്ത് നിൽക്കുന്ന ആളെ കണ്ടിട്ടേ ആരെ കുട്ടിയെ പോലെ ഉണ്ടല്ലേ പെണ്ണെ. ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞാ മിണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞ കുറ്റം. മൊട്ട. சரி கிளம்பு. ஓ சரி. എന്നതാ മോളെ പ്രശ്നം? ഒന്നും ഇല്ലമ്മാ, എന്നോട് സർട്ടിഫിക്കറ്റോട് പ്രശ്നം. അതൊന്നും അല്ല, നീ എന്നോട് എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. ഒന്നും ഇല്ലമ്മാ. സത്യം? അമ്മാ അത് വന്ന് യൂണിവേഴ്സിറ്റിയിലെ ചിന്ന ചിന്ന പ്രോബ്ലം. അല്ലാതൊന്നും അല്ലാതെങ്കിൽ ഇല്ലാതെ ഒന്നും ഇല്ല. അപ്പത്തെ മോന് മിണ്ടാതിരുന്നേ. അമ്മ മയിലും കൊണ്ട് വണ്ടി എടുത്തേ. വേഗം പോട്ടെ പോട്ടെ. ഏത് നേരം കിടന്നു. ഓ ഇങ്ങോട്ട് നോക്ക് മനുഷ്യ. കാര്യം പറ കുട്ടി. ഇങ്ങോട്ട് നോക്കാനാ. എന്താണെന്ന് പറയും. ആന കളിച്ചാമേ. ആനയോ? അതെ ആന. അതിലെന്നെ എത്ര പേടിച്ചാൻ? ഏയ് പേടിയൊന്നുമില്ല. പക്ഷേ ആരാണ് ആന എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറയണം. ആന മനുഷ്യ, ഞമ്മക്കൊരു കാര്യം ചെയ്യാം. പറ കുട്ടി. മനുഷ്യരങ്ങ് ആന അയച്ചോ.
ഞാനാവുന്നില്ല. ഇനിയിപ്പൊ ഞാൻ ആനയാക്കിയില്ലെന്നും പറഞ്ഞ് മനുഷ്യൻ പരാതി പറഞ്ഞ് കരയണ്ടേ. എന്തൊരു ഔദാര്യം. ഞാൻ ആന, നീ പാപ്പാത്തി. ആന പാപ്പാത്തി. ഈ പാപ്പാത്തിക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ പാപ്പാത്തി കേറിയിരുന്നാലേ പാവ ഈ ആന ചരിഞ്ഞു പോവും. ചരിയണ്ട, നേരെ അങ്ങനെ നിന്നാ മതി. എടി ചത്തുവോ ആന, ചത്തുവോന്ന്. എടാ മനുഷ്യ, നീ എന്നെ കളിയാക്കുന്നാടാ. കളിയാക്കി നീ എന്ത് ചെയ്യും? കളിയാക്കിയാലോ ഞാനേ നിന്നെ അയ്യോ, കടിക്കാടി, നീ കടിക്കാതെ. എന്റെ ദൈവമേ. എടി നീ അകത്ത് പോയി വല്ല എടുത്ത് കഴിക്കടി, എന്നെ കടിക്കാതെടി. ഓട്ടോ വന്നു, ഓട്ടോ ഒരു ഓട്ടോ വന്നു. അയ്യോ വെയിറ്റ് 56 കിലോ. അയ്യടേ തമാശ. ഒന്ന് ചിരിക്കട്ടെ. നിന്റെ വെയിറ്റ് അല്ല ചോദിച്ചത്. ഇവിടെ 5 മിനിറ്റ് കിടക്കാനാ പറഞ്ഞത്. എന്നാ പോയിട്ട് വേറെ ഓട്ടോ ഉണ്ട്. എടാ നീ വല്ല വെയിറ്റ് ഇടാതെ വെയിറ്റ് ചെയ്യ്. എന്നാ പിത്തല ഇത്? ഇത് ഇത്തിരി അച്ചപ്പും നെയ്യപ്പും മുറുക്കും ഒക്കെയാ കുഞ്ഞുമണിക്ക്. ഇങ്ങോട്ട് അന്നേരെ ഞാൻ തിന്നോളാം. ഞാൻ തിന്നാലേ കുഞ്ഞു മണിച്ച് കിട്ടത്തില്ല, അറിയത്തില്ലേ? 5 മിനിറ്റ് വേഗം വരണേന്നാ. ഈരക്ക് ബായ്. സുഖാണോ ഭായി? പരമസുഖം. ഒരമ്പലത്തിന്റെ നടപ്പന്തല്ല കടപ്പ്, 2 നേരം വെള്ളച്ചോറ്, വൈകിട്ട് പായസം, കാവലിന് വാളും പിടിച്ച് ഭഗവതിയും. പോരവായി. പഴയ പോലെ നമ്മൾ ഒരുമിച്ചൊരു വീട്ടില് ഒക്കെ നടക്കും. ഇനിയിപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു വീട് മതിവായി. അതിപ്പം വാടകയ്ക്കാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇനി ആരുടെയും ഔദാര്യം വേണ്ട. പെണ്ണെ അത് കളയരുതേ. എനിക്കറിയാൻ കളയത്തില്ല. ഗംഭീരം. എന്റെ കുട്ടിമണി ഗംഭീരമല്ല, സംഭാരം. എത്ര തവണ ഞാൻ പറഞ്ഞു തന്നതാ. മിടുക്കിയായി പോയല്ലോ. നിനക്ക് തരൂലടാ ഗംഭീരം. അല്ല സംഭാരം. സംഭാരം ഗംഭീരം. എന്നാ പിന്നെ ഞാനങ്ങ് പോട്ടെ ബായ്. ഭായി, നിനക്ക് സുഖമല്ലേടാ കൊച്ചനെ? ഓ ആനേ. കപ്പ പുഴുങ്ങുന്നുണ്ട്. നിന്നാ കാന്താരി മുളകും കൂട്ടി കുറച്ച് കഴിച്ചിട്ട് പോവാം. നിക്കണമെന്നുണ്ട്, കഴിക്കണമെന്നുണ്ട്. എനിക്കുണ്ട്. പക്ഷെങ്കി ഇപ്പൊ സമയല്ല ബായ്. ഭായി ഇതെവിടെ പോവാ? ഒരാള് കുറച്ച് കാശ് തരാണ്ട് ബായ്. കാണാൻ പോവുക. കിട്ടാനുള്ള ചില്ലറയൊക്കെ നുള്ളിപ്പെറുക്കി വെച്ചേക്ക ബായ്. ഇനി കുട്ടിമണിപ്പങ്ങളുടെ ആവശ്യങ്ങൾ വരില്ലേ. അണ്ണാ സമയം കുറേ വരികടാ. വരുന്നടാ. എന്നാ പിന്നെ കാണാ ബായ്. ശരി ഭായി. വരട്ടെ. പിത്തലേ പിത്തലേ, ടാറ്റാ ടാറ്റാ, ടാറ്റാ ടാറ്റാ. അവൻ പോയോ? ആര്? ആ പെരിങ്കള്ളം പിച്ചള. എന്താ? അതെ, എന്തിനാ പിത്തല തിരക്കുന്ന കൊച്ചേച്ചി? എന്റെ ഒരു മാല കാണാതെ പോയി. മാല കാണാനില്ലെന്നോ? അതെ. എന്താ മാലയാ കൊച്ചേച്ചി? മുത്തുമാലയാണോ അതോ കല്ലുമാലയാ? നീ പോവണേ. നീ അതല്ലേ കണ്ടിട്ടുള്ളൂ. ഇതേ ലക്ഷങ്ങൾ വിലയുള്ള സ്വർണ്ണ മാലയാ. വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത് കേട്ടോ. ആഹാ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. പക്ഷെ കാണാതായതേ എന്റെ മാലയാ. അത് പറയേണ്ടതും കണ്ടുപിടിക്കേണ്ടതും ഒക്കെ എന്റെ ആവശ്യം. എന്നാലേ കൊച്ചേച്ചി കണ്ടുപിടിച്ചോ? ഞാനും കൂടാ. നമുക്കേ മുറ്റത്തൊക്കെ ഒന്ന് നോക്കാം. മുറ്റത്ത് നോക്കിയാലൊന്നും എന്റെ മാല കിട്ടത്തില്ല. ഇത് മോഷണം പോയത് തന്നെ. എനിക്കറിയാം ആരാ എടുത്തതെന്ന്. അവനാ ആ പെരിങ്കള്ളം പിച്ചള. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്. പിച്ചള ഈ വരാതിരുന്ന് സംസാരിച്ചിട്ടേ ഉള്ളൂ. വീട്ടിനകത്തേക്ക് നോക്കിയിട്ട് പോലുമില്ല. ആഹാ, അവൻ നോക്കുകയും ചെയ്തിട്ടുണ്ട്, എന്റെ മുറിയിൽ കയറുകയും ചെയ്തിട്ടുണ്ട്, എന്റെ മാല എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനാ പെണ്ണേ? ആ കൊച്ചൻ വരാന്തയിൽ ഇരുന്ന് കുറച്ച് സംസാരിച്ച് ഒരു ഗ്ലാസ് സംഭാരം കുടിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. വരാന്തയിൽ ഇരിക്കുകയും ചെയ്തു, സംഭാരം കുടിക്കുകയും ചെയ്തു, അതിന്റെ കൂടെ മോഷ്ടിക്കാനുള്ളതെല്ലാം മോഷ്ടിച്ചോണ്ട് പോവുകയും ചെയ്തു. പിച്ചള മോട്ടിച്ചതൊന്നുമില്ല, എനിക്കറിയാം. ഓ പിന്നെ നിന്റെ വക സ്വഭാവ സർട്ടിഫിക്കറ്റ് മതിയല്ലോ അവന്. പിച്ചള അങ്ങനൊന്നും ചെയ്യത്തില്ല. ഇപ്പൊ ഭർത്താവിന്റെ വക സർട്ടിഫിക്കറ്റും ആയി. പെണ്ണേ, ആ കൊച്ചൻ വീടിനകത്ത് കയറിയെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കാണണ്ടേ? പഠിച്ച കള്ളന്മാരൊക്കെ അങ്ങനെയാ, കാറ്റു പോലെയാ. ആരുടെയും കണ്ണു വെട്ടിച്ച് കേറും. ഇവിടെ ഇപ്പോ കണ്ണു വെട്ടിക്കുകയും കണ്ണു വെട്ടുമൊന്നും വേണ്ടല്ലോ. വീടിനകത്തുനിന്ന് തന്നെ സഹായം കിട്ടുമല്ലോ. ഹലോ, ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. കേൾക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. നിങ്ങളുടെ മാല കാണാതായ നിങ്ങൾ പോയി അന്വേഷിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ നേരെ മെക്കിട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല. മെക്കിട്ട് സംസാരിക്കുന്നില്ല, പകരം
തൂക്കി എടുപ്പിച്ചോളാം. 2-2.5 ലക്ഷം രൂപയുടെ മുതലാ. അത് വിറ്റ് തിന്നാനും പങ്കു പറ്റാനും ഒന്നും ഞാൻ ആരെ അനുവദിക്കത്തില്ല. ഞാൻ ആദ്യം എന്റെ അമ്മയൊന്ന് വിളിക്കട്ടെ, എന്നിട്ട് നോക്കിക്കോ. മോനെ, ഇവളെന്താണ് ഈ പറയുന്നത്? പരുത്തിക്കാവിലമ്മേ, ഇത് വലിയ പ്രശ്നമാവുമല്ലോ. ആ ഹലോ അമ്മേ, ഒരു അത്യാവശ്യ കാര്യം. അമ്മ ഒന്ന് ഇങ്ങോട്ട് വരണം. എന്താ മോളെ? സംഗതി എന്റെ ഒരു നമ്പർ തന്നെയാ. അമ്മ കൂടെ നിൽക്കണം. എല്ലാത്തിനെയും നമുക്കൊന്ന് വരട്ടാം. ഐഡിയ എന്തെങ്കിലും? ആ, എന്റെ ആ സ്വർണ്ണ നെക്ലേസ് കാണാതെ പോയെന്ന് പറഞ്ഞു. എല്ലാണ്ണും വരണ്ട് നിക്കുവാ. അല്ല മോളെ, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കോ? സംഗതി ചീറ്റത്തില്ലേ? ചീറ്റത്തൊന്നുമില്ല. കുറച്ചു മുമ്പേ ആ കള്ളം പിച്ചൾ ഇവിടെ വന്നായിരുന്നു. അവന്റെ തലയിൽ വെക്കായത് കൂട്ടുപ്രതിയായി മനസ്സജനും അകത്തു പോകും. അത് കൊള്ളാം. ശരി, ഞാൻ ഇതാ എത്തി. ഇവിടെ തൊട്ടടുത്തുണ്ട് ഞാൻ. അമ്മേ, കമ്പത്തിന് ഞാൻ തീ കൊളുത്തി വെച്ചിട്ടുണ്ട്. ബാക്കി അമ്മയായിട്ടങ്ങ് ആയിക്കോ. ഞാൻ ഏറ്റടി. കൊച്ചച്ചിന്റെ അമ്മ. ഇത് വലിയ പ്രശ്നമാവുമല്ലോ. കള്ളക്കൂട്ടങ്ങളൊക്കെ ഞെളിഞ്ഞു നിൽക്കുകയാണല്ലോ. അയ്യോ അമ്മ, എന്റെ മാല. എന്റെ മോള് കരയാതെ. അമ്മ ഇപ്പൊ അതിന് പരിഹാരം ഉണ്ടാക്കും. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഒരു സോഡയ്ക്ക് 5 രൂപ. കാലം പോയ പോക്ക്. മനുഷ്യൻ വേണ്ടാതെ കളയണ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലോട്ട് കയറ്റണ, എന്നിട്ട് അതിന് കാശും കൊടുക്കണം. നമസ്കാരമുണ്ട്. സോഡയെ കുടിച്ച് ക്ഷീണമൊക്കെ തീർത്തോ? സാറെന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെ ചോദിക്കാൻ? നിന്റെ അപ്പന്റെ പാർലമെന്റ് ആണോടാ കാപ്പേ? അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ, ന്യായമായിട്ടുള്ള എന്ത് കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. പക്ഷെ അന്യായമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അടിച്ചില്ല അണ്ണാക്കകത്ത് തിരിഞ്ഞ. സാറേ, ഞാൻ അതിന് അന്യായമായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. അയ്യോ പാവം. പാലുകുപ്പി ഇപ്പൊ കയ്യിൽ നിന്ന് താഴെ വെച്ച പൊടി കുഞ്ഞ്. ഹരിചന്ദ്രന്റെ കുഞ്ഞമ്മയുടെ മോന്റെ മോൻ. എടാ മറ്റേ മോനെ, നീ ഇപ്പൊ എവിടെന്നാ വരുന്നേ? വയലോരം വീട്ടുന്ന്. അവിടെ ആർക്ക് പിണ്ടം വയ്ക്കാനാടാ നീ പോയത്? സാർ കുറച്ചും കൂടി മാന്യായിട്ട് സംസാരിക്കും. അയ്യോ സോറി. അല്ലയോ മഹാനായ തസ്കരവീര, അങ്ങാരുടെ മാതാവിന് പിണ്ടച്ചോറ് ഉരുട്ടുവാൻ വേണ്ടിയിട്ടാണ് വയലോരം വീട്ടിലേക്ക് പോയത്. ഇത്രയും മാന്യമായിട്ട് പറഞ്ഞാൽ മതിയോ? പിന്നെ ബാക്കി മാന്യതയൊക്കെ ഞാൻ വരുന്ന വഴിക്ക് കൊടുത്തു തീർത്താവുന്നു. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. വയലോരം വീട്ടിലേക്ക് നീ പോയെന്ന് പറഞ്ഞില്ലേ? നീ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടാണോ വന്നത്? വല്ല മാലയോ വളയോ തളയോ? ഞാനൊന്നും എടുത്തിട്ടില്ല സാറേ, സത്യമായിട്ട് എടുത്തിട്ടില്ല. കള്ളന്റെ സത്യം ആര് സത്യമായിട്ട് കാണൂടാ? അതെനിക്കറിയാം സാറേ. ഈ ലോകത്ത് സമൂഹം ആണിന്റെയും പെണ്ണിന്റെയും മുതുകത്ത് കുത്തുന്ന 2 ചാപ്പകളുണ്ട്. ആണിന്റെ മുതുകത്ത് കള്ളനെന്നും പെണ്ണിന്റെ മുതുകത്ത് പിഴച്ചവളെന്നും. ജീവിതത്തിൽ ഒരു തവണ ആ മുദ്ര വീണ പിന്നെ ഒരിക്കലും മാറില്ല എന്ന് എനിക്കറിയാം. അപ്പോ നീ അവിടെ നിന്ന് ഒരു മാലയും മോഷ്ടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യ സാറേ, ഇല്ല. സമ്മതിക്കത്തില്ല അയ്യപ്പസ്വാമി. ഇങ്ങൊന്നേ, നീ പേടിക്കൊന്നും വേണ്ടെന്നേ. നിന്റെ കയ്യിലെ മാല ഉണ്ടെങ്കിൽ ഇങ്ങെടുക്ക്. നമുക്കത് 50-50 എടുക്കടാ. സ്വർണ്ണത്തിനൊക്കെ ഇപ്പൊ നല്ല വിലയില്ലടാ. സാറേ, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ സത്യ. ഇതൊരു നടക്കി തീരത്തില്ലല്ലോ അയ്യപ്പസ്വാമി. നീ ഒരു കാര്യം ചെയ്യ്, ജീപ്പിലോട്ട് കയറി. എങ്ങോട്ടാ സാറേ? നിന്നെ ഞാൻ മൃഗശാല കാണിക്കാൻ കൊണ്ടുപോടാ. പിടിച്ച് കേട്ടോ അവനെ. വണ്ടി എടുക്ക.
കൊച്ചച്ഛനമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണോ? ഓടുവടി, ആ, ഞാനല്ല. ആ. ഇവിടെയുള്ള കള്ളന്മാരും കള്ളികളും ഒക്കെ ഓടും. നോക്കിക്കോ, പോലീസ് വരുന്നുണ്ട്. പോലീസ്. അയ്യോ, പോലീസ് ഉണ്ട് അമ്മ. ആ എങ്ങോട്ട് ഓടുന്നേ? ഇവിടെ വാ, ഇവിടെ വാ. എന്തിനാ കുട്ടിമണി ഇങ്ങനെ നടന്ന് ഓടുന്നത്? പോലീസ് എന്താ കുട്ടിമണിയെ പിടിച്ച് വിഴുങ്ങോ? പോലീസിനിപ്പോ കുട്ടിമണിയോട് വലിയ കാര്യമല്ലേ? കുട്ടിമണിയല്ലേ പറഞ്ഞത് കുട്ടിമണിക്ക് പോലീസിൽ ചേരണമെന്ന്? അത് ശരിയാ, ഞാനങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. ഈ പോലീസിനെ എനിക്ക് പേടിയൊന്നുമില്ല. കൊച്ചച്ഛനമ്മേ, ഞാനേ പോലീസിൽ ചേരാൻ പോവാട്ടാ. ഞാൻ പോലീസിൽ ചേർന്നിട്ട് ടോപ്പിയും വെച്ച് വാരിയും പിടിച്ചിങ്ങോട്ടൊരു വരും. എന്നിട്ട് തള്ളു എല്ലാവരും. അയ്യോ, മന്ദബുദ്ധി പോലീസ്.